പറയാൻ കൂടി കിട്ടുന്നില്ല. ഉണങ്ങി ചാടിയോ ചിരിക്കോയോ ഇട്ടിട്ട് ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല ഷീറ്റ് മാസ്ക് എങ്ങനെ കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നുണ്ട്. ഷീറ്റ് മാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന്റെ അതേ ഷേപ്പിൽ ഉള്ള ഒരു ഷീറ്റാണ് അത്. അതിൻ്റെ ഉള്ളില് ഫുള്ള് ന്യൂട്രീഷൻ റിച്ച് ആയ സിറപ്പിനകത്ത് ഇങ്ങനെ കുതിർത്ത് വെച്ചേക്കുന്ന ഒരു ഷീറ്റാണിത്. എങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ ഇത് കണ്ടിട്ട് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എന്നാലും ഇതാണ് ഷീറ്റ് മാസ്ക്. കണ്ടോ നമ്മുടെ ഫേസിന്റെ അതേ ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക അതിന്റെ. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്ന ഷീറ്റ് മാസ്ക് ഒരെണ്ണം എന്തിനാന്ന് വെച്ചാൽ അവക്കാഡോ എക്സ്ട്രാക്റ്റ് ആണ് ഒന്ന്, ഒരെണ്ണം മൽബറി എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ അത് മൽബറി എക്സ്ട്രാക്റ്റും ആണ്, അതിനകത്ത് ചാർക്കോൾ പൗഡറും കൂടെ കൂടിയിട്ടുള്ളതാണ്. അതാണ് ഇത് കറുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ രണ്ടെണ്ണമാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാം ഇത് കിട്ടാറുണ്ട്, പക്ഷെ ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കൊറിയയിൽ നിന്നാണ്. കൊറിയൻസിന്റെ ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത് ചെയ്യൂ ഷീറ്റ് മാസ്ക് ഒക്കെ അതിന്റെ മെയിൻ സംഭവമാണ്. കൊറിയൻസ് അവരുടെ സ്കിൻ കെയർ ആണ് മേക്കപ്പിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യുന്നവര് ചിലപ്പം ഈ ഒരു ഷീറ്റ് മാസ്ക് ഇട്ട് വെക്കാറുണ്ട് ബ്രൈറ്റ്സിനെ. കാരണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹൈഡ്രേഷന് വേണ്ടി, ഫേസിൽ നല്ല ഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. അപ്പൊ അങ്ങനെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ സ്കിൻ കെയറിന്റെ ഒരു ഇതെടുക്കുമ്പോൾ ഷീറ്റ് മാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഷീറ്റ് മാസ്ക് ഇടുക എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതായിരിക്കും. ഇതിന്റെ പ്രൈസ് ഇതിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്കിൻ കെയറിലോട്ട് പോകാം. ഷീറ്റ് മാസ്ക് നമ്മളിങ്ങനെ വീക്ക്ലി വൺസ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ടൊന്നും നിങ്ങളുടെ മുഖത്ത് യാതൊരു വ്യത്യാസവും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ നിങ്ങളിങ്ങനെ കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കുകയാണ്, ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റൻ ആവാനും സ്കിന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് കുറയാനും ഒക്കെ ഇതിനൊരു നല്ല പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമാണ് ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അത് കറക്റ്റായ രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടാനിരിക്കുന്ന ആ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടാതെ പോകും. അപ്പം ഫുള്ളായിട്ടുള്ള അതിൽ നമുക്ക് തരാൻ വെച്ചേക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടണം, എല്ലാ ഗുണങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കണം. അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്ന ടൈമാണ്. നിങ്ങൾ ഏത് ടൈമിലാണ് ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാറ്? നല്ല നട്ടുച്ച നേരത്ത് അപ്പോഴാ സമയം കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ഷീറ്റ് മാസ്ക് നട്ടുച്ച നേരത്തൊന്നും ഇടാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഷീറ്റ് മാസ്ക് നൈറ്റ് ടൈം യൂസ് ചെയ്യുക. അതാണ് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. നൈറ്റ് ടൈം ആകുമ്പോൾ ഒത്തിരി ചൂട് ഒന്നും നമുക്ക് ഏൽക്കില്ല. സ്കിന്നിന് ഭയങ്കര ഒരു ഹൈഡ്രേഷൻ തരുകയും ചെയ്യും. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് മാസ്ക് അല്ലേ, എന്താണെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചല്ലേ, എന്നാൽ പിന്നെ അത് കുറച്ചധികം നേരം മുഖത്ത് കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഒരു മണിക്കൂറൊക്കെ നിങ്ങളത് മുഖത്ത് വെച്ചോണ്ടിരിക്കരുത്. അതിനകത്തൊരു ടൈം കറക്റ്റ് ടു 30 മിനിറ്റ് അതിനകത്ത് ടൈം പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈം പീരീഡ് മാത്രം, അത്രയും ടൈം മാത്രമേ നിങ്ങളത് മുഖത്ത് വെക്കാവുള്ളൂ. ഷീറ്റ് മാസ്ക് നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുഖത്തേക്ക് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് ആണ് വേണ്ടത്. അതെല്ലാം ഷീറ്റ് മാസ്കിന്റെ പുറത്തും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരിക്കലും ഒരു 1-2 മണിക്കൂറത്തേക്ക് ഷീറ്റ് മാസ്ക് അവിടെ കിടക്കട്ടെ എന്ന് എഴുതിയിട്ടോ അല്ലെങ്കിൽ മുഖത്തിട്ടിട്ട് കിടന്നുറങ്ങുമോ ഒന്നും ചെയ്യരുത്. കറക്റ്റ് ഒരു ടൈമുണ്ട്, ആ ടൈമിൽ തന്നെ നിങ്ങളത് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിന് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ മേടിക്കുന്ന ഷീറ്റ് മാസ്കിന്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ. അടുത്തൊരു മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുന്നത് ഷീറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വേഗം പോയിട്ട് മുഖം കഴുകും. അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ മുഖത്തേക്ക് കിട്ടിയ ആ ഒരു സംഭവമൊക്കെ നമ്മൾ ഷീറ്റ് മാസ്ക് ഇട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ അതിട്ടതിന് ശേഷം ചിലപ്പം ഒരു ഡ്രൈനെസ് ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അല്ലാതെ നിങ്ങൾ മുഖം പോയി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നത് നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ ടൈമില്ലാത്തവർക്കൊക്കെ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്, നല്ല ഹൈഡ്രേഷൻ തരും എന്ന് പറഞ്ഞ് ഡെയിലി നിങ്ങൾ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഷീറ്റ് മാസ്ക് വീക്ക്ലി വൺസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലെൻസർ ആണെന്നോ
അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു എക്സ്ഫോളിയേറ്റർ ആണെന്നോ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസറോ എക്സ്ഫോളിയേറ്ററോ ഒന്നുമല്ല. നമ്മുടെ മുഖത്തെ ചെളിയോ കാര്യങ്ങളോ ഒന്നും ഷീറ്റ് മാസ്ക് ഉപയോഗിച്ചെന്ന് എഴുതി പോകത്തില്ല. നമ്മുടെ ഷീറ്റ് മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നല്ല ന്യൂട്രീഷൻ, ഈ ഷീറ്റ് മാസ്കിനുള്ളിൽ ന്യൂട്രീഷൻ സിറംസ് ആണ്, ഒത്തിരി ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള സിറം ആണുള്ളത്. അപ്പം നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു ഹൈഡ്രേഷൻ തരാനും നമ്മുടെ മുഖത്തിന് നല്ലൊരു ഹെൽത്ത് തരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നത്. ഇത് ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് തന്നെ വേണം ഷീറ്റ് മാസ്ക് മേടിക്കാൻ. എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾ മേടിക്കുന്നത്? ഇപ്പം ഞാനിപ്പം മേടിച്ചിരിക്കുന്ന ഈ ഒരു അവക്കാഡോ, ഇത് എന്തിയാ അവക്കാഡോ എക്സ്ട്രാക്റ്റ് ആണ് ഈ കാണുന്നത്. ഇത് എന്തിനുള്ളതാണ്? റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഷീറ്റ് മാസ്കിനകത്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഷീറ്റ് മാസ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഷീറ്റ് മാസ്ക് അത് കവർ പൊട്ടിച്ച് നിങ്ങൾ അത് എടുത്തതിന് ശേഷം മാസ്ക് നിങ്ങൾ മുഖത്തിട്ടിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനകത്ത് ചിലപ്പോൾ കുറച്ച് ബാക്കി കിടപ്പുണ്ടാവും ഇങ്ങനെ സിറം, അത് നിങ്ങൾ കളയരുത്. അത് നല്ല സംഭവമല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിലും നിങ്ങൾക്ക് നെക്കിലോ കൈയുടെ മുട്ടിലൊക്കെ ചിലപ്പോൾ കറുപ്പുള്ളവരുണ്ടാവും. അപ്പോൾ അവിടെ കൈയുടെ മുട്ടിലോ കാലിന്റെ മുട്ടിലോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം അത് സിറം അല്ലേ, നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഷീറ്റ് മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കവർ ഓപ്പൺ ആക്കി നേരെ എടുത്ത് മുഖത്തോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷീറ്റ് മാസ്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ കാണിക്കണം. ഇനി നന്നായിട്ടൊന്ന് തിരുമ്പണം. എന്താ വെച്ചാൽ നമ്മൾ ഷീറ്റ് മാസ്ക് ഒക്കെ മേടിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി ഷോപ്പിലാണെങ്കിൽ ഇതിപ്പോൾ ഇരിക്കുന്ന കുറേ നാളായിട്ടുണ്ടാവൂല്ലോ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സിറം ഒക്കെ ചില അടിയിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് അതിങ്ങനെ ഫുൾ ആ ഷീറ്റിലോട്ടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ക്ലീനിങ് കൊടുക്കുക. ഓക്കെ, മേക്കപ്പ് ഒക്കെ ഇട്ടേക്കുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് മേക്കപ്പ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യണം. മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. വാഷ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടോണർ യൂസ് ചെയ്യണം. ടോണറായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. ടോണർ യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. മുഖത്ത് ചെളിയോ അല്ലെങ്കിൽ മേക്കപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. വേണം നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മോയ്സ്ചറൈസർ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ മുഖത്തിട്ടതിന് ശേഷം ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഷീറ്റ് മാസ്ക് തരുന്നത്. കാരണം മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമുക്ക് ഷീറ്റ് മാസ്കിലുള്ള സിറം അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ മുഖം ആ ഒരു ഹൈഡ്രേഷൻ അത് ലോക്ക് ചെയ്യാനും ഒക്കെ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. ഞാനിപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോണർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇതിപ്പോൾ റോസ് വാട്ടറാണ്, വായിക്കാത്ത പോയി. അപ്പൊ ടോണർ ഉപയോഗിക്കുക. അതിന് ശേഷം അതൊന്ന് ഡ്രൈ ഔട്ട് ആവട്ടെ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ടോണർ യൂസ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷീറ്റ് മാസ്ക് ഇടാൻ പോകണം. ഞാനിന്ന് ഈ ഒരു ഷീറ്റ് മാസ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഏത് ഷീറ്റ് മാസ്ക് ആണെങ്കിലും നിങ്ങൾ ഇപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല. ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ സ്കിന്നിന്. ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പായിരിക്കും. അപ്പം ഞാൻ നന്നായിട്ട് ഇതിങ്ങനെ റബ്ബ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ടൈം എടുത്ത് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ കണ്ണും മൂക്കും ഒക്കെ ഏതിലെങ്കിലും ഒക്കെ ആയി പോകും. അതുകൊണ്ട് മെല്ലെ ഓപ്പൺ ചെയ്യും. പോയോ, കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ, ഇങ്ങനെ തുറന്നെടുക്കണ്ടേ. അതിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാവും പ്രേതം പോലെ. അപ്പം ഇതാണ് നമ്മുടെ ഷീറ്റ് മാസ്ക്. ഇങ്ങനെയാണ് നമുക്ക് ഫേസിലോട്ട് വെച്ച് കൊടുക്കാം. സെറ്റപ്പായിട്ടുണ്ട്.
അപ്പം അങ്ങനെയാണ് ആ ഒരു മാസ്കിന്റെ ഉപയോഗം. നല്ലൊരു ഫീലാണ്, നല്ലൊരു കൂൾ ഫീലാണ് ഇത്. ഈ മാസ്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നൈറ്റ് യൂസ് ചെയ്യുക, അപ്പൊ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ, ഇപ്പൊ എനിക്ക് ഡ്രൈനെസ് ഒന്നും തോന്നുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡ്രൈനെസ് ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ഇതിന്റെ മേലെ അപ്ലൈ ചെയ്യുക. അല്ലാതെ മുഖം പോയി ഒരിക്കലും വാഷ് ചെയ്ത് കളഞ്ഞേക്കരുത്. ഇപ്പൊ നമ്മൾ ഇട്ട ഈ സംഭവമൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞേക്കരുത്. അപ്പൊ നമ്മൾ ഇട്ട ആ സുഖമൊക്കെ അങ്ങ് ഒലിച്ചു പോകും. അപ്പൊ അങ്ങനെ ചെയ്യരുത്, ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മൾ രാവിലെ മാത്രം നമ്മൾ മുഖം കഴിയുമ്പോഴേ ഇത് പോകാവുള്ളൂ, അതുവരെ അവിടെ ഇരിക്കും. ഇതിനെപ്പറ്റി പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ചെയ്യുന്നില്ല, നമ്മൾ സ്കിൻ കെയർ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി വൺസ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗത്തിൽ ഒരു ഇതും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ വീക്കിലി വൺസ് എന്നുള്ളത് കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് സ്കിന്നിനൊക്കെ കുറച്ച് നല്ലതായിരിക്കും. ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്കിൻ കെയർ മൊത്തത്തിൽ വിടണം എന്നൊന്നും അല്ല കേട്ടോ. സ്കിൻ കെയറിന്റെ കൂടെയാണ് ഈ ഷീറ്റ് മാസ്ക് കൂടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഡബിൾ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 100 രൂപ കൊടുത്ത് ഒരു ഷീറ്റ് മാസ്ക് മേടിച്ചിട്ട് വീക്കിലി നമ്മളിപ്പം 100 രൂപയ്ക്ക് ഷീറ്റ് മാസ്ക് മേടിച്ചാൽ മാസം 400 രൂപയ്ക്ക് ഷീറ്റ് മാസ്ക് വേണ്ടി വരും. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ വേണ്ട എന്ന് തോന്നും. പക്ഷെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഒരു ഹൈഡ്രേഷൻ തരാനും ഒരു ഹെൽത്തി ആയിട്ടിരിക്കാനും. കാരണം സ്കിന്നൊന്ന് പെട്ടെന്നൊന്നും നമ്മുടെ സ്കിന്നിന് ഒരു ബോൺവിറ്റ കൊടുത്ത പോലെ ഇരിക്കും എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എങ്ങനെ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നതിനുള്ള മിസ്റ്റേക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഷീറ്റ് മാസ്ക് ഉപയോഗിക്കേണ്ടത്, ഇതിനെ പറ്റിയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.